റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു പാർട്ടി. ബേസിക്കലി ഇതിപ്പോൾ തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു കോർട്ടിൽ ഒരു കമന്റ് പാസ് ചെയ്തു. അതായത് നാട്ടിലെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള യൂത്ത് എല്ലാം കോക്രോച്ചസ് ആണ്. ഇത് ജസ്റ്റ് ഒരു ഓൺലൈൻ വാർ തമാശയ്ക്ക് വേണ്ടിയാണോ അതോ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും വലിയ കാര്യമുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള അൺഎംപ്ലോയ്മെന്റും ആൾക്കാരുടെ ഒരു ലേസിനെസ്സും ആണ് ഇത് കാണിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് ഇനി ഇത്രയും ഫോളോവേഴ്സ് കയറിയത്. ഇതിനൊരു വലിയ മണ്ടത്തരം BJP കാണിക്കുന്നുണ്ട്. അവരിതിന് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അമേരിക്കയിലിരുന്ന് പുള്ളി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ പുള്ളിനെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതൊരു സംഭവം. ചില യൂത്തിനൊന്നും ആരും മൈൻഡ് ചെയ്തോന്നില്ല. ഗവൺമെന്റ് ഒന്നും ഒരു വിലയും കൊടുക്കുന്നില്ല അവർക്ക് വേണ്ടിയിട്ട്. സോ ഗൈസ്, വെൽക്കം ബാക്ക്. എപ്പിസോഡ് നമ്പർ 19 കട്ടൻ ചായ ഡബിൾ ഡബിൾ പോഡ്കാസ്റ്റ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഡിസ്കവർ ചെയ്യുന്നത്. നമ്മളെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ്. ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് റാൻഡം ടോപ്പിക്കുകൾ, ഇല്ലി കറണ്ട് അഫയേഴ്സ്, അതിലൊക്കെ നമ്മുടെ ജസ്റ്റ് തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ പോഡ്കാസ്റ്റാണ്. കോക്രോച്ച് ജനതാ പാർട്ടി നമ്മുടെ ഇന്ത്യയിൽ റീസെൻ്റ്ലി ഏറ്റവും ഫോളോവേഴ്സ് കൂടിയ ഒരു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു പാർട്ടി. മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. അറിയാത്ത ആൾക്കാർക്ക് അതിൻ്റെ ഇതാരുടെ ടോപ്പിക്കായിരുന്നു പോയത്? എൻ്റെ വൈശാഖിൻ്റെ ടോപ്പിക്. അപ്പോൾ വൈശാഖ് പറഞ്ഞുതരും എന്താണ് സംഭവം എന്നുള്ളത്. മെമ്പർഷിപ്പ് എടുക്കേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞുതരും. ബേസിക്കലി ഇതിപ്പോൾ തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു കോർട്ടിൽ ഇതുപോലൊരു കമൻറ്റ് പാസ് ചെയ്തു. അതായത് നാട്ടിലെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള യൂത്ത് എല്ലാം കോക്രോച്ചസ് ആണ് എന്നുള്ള രീതിയിലാണ് വന്നത്. ബട്ട് സ്റ്റിൽ ബേസിക്കലി പുള്ളി അത് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, പുള്ളി അങ്ങനെയല്ല പറഞ്ഞ് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള യൂത്തിനല്ല ഉദ്ദേശിച്ച് കുറച്ച് സർട്ടൺ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് ഉദ്ദേശിച്ചത്. സോ ഈ ഒരു സംഭവം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പുറത്ത് വന്നായിരുന്നു. ഓൾറെഡി ആൾക്കാർ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. കുറച്ച് പേര് ഇങ്ങനെ കോക്രോച്ചിനെ പോലെ ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ പോയിട്ട് ഗാർബേജ് പറക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് യൂത്ത് അങ്ങനെ ഇറങ്ങി ചെയ്തു. സോ ബേസിക്കലി അത് കഴിഞ്ഞപ്പോഴത്തേക്കും US ഒരു പുള്ളിയുടെ പേരെന്തായിരുന്നു, പേജ് ഉണ്ടാക്കിയ ആളുടെ പേരെന്തായിരുന്നു? അഭിജിത്ത് ദീപ്ക്. സോ പുള്ളി ഇതുപോലെ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു. മാനിഫെസ്റ്റോ കൊണ്ടുവന്നു, ഒരു ആന്തം കൊണ്ടുവന്നു, എല്ലാം പടപടപടയുന്ന സംഭവങ്ങൾ നടന്നു. പിന്നെ കണ്ടത് 4 ദിവസം 5 ദിവസം കൊണ്ട് അവർ 15 മില്യൺ 20 മില്യൺ ഫോളോവേഴ്സായി. BJP ഓവർടേക്ക് ചെയ്തു, കോൺഗ്രസിനെ ഓവർടേക്ക് ചെയ്തു. സോ എന്തോ വലിയൊരു റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതും ഒരു ഓൺലൈൻ റെവല്യൂഷൻ. സോ ബേസിക്കലി എനിക്കറിയാൻ വയ്യാത്ത ഇതെന്താണ്, ഇത് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണോ അതോ ഇവരെന്താണ് ഈ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി ഇത് ജസ്റ്റ് ഒരു ഓൺലൈൻ വാറാണ്. ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നാളെ ഇന്ത്യക്ക് ഒരു പെട്ടെന്നൊരു നിനക്ക് എന്താ തോന്നുന്നത്? എന്താണ് ഈ സംഭവം ഇതിൻ്റെ പുറകിൽ? എനിക്ക് കുറേ കൂടെ കണ്ടപ്പോൾ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണെന്ന് എനിക്ക് തോന്നി. ഇതുപോലൊരു സംഭവം വന്നു, ഓക്കെ നമുക്ക് രോക്ഷാകുലരാവാം, പക്ഷേ രോക്ഷാകുലരായി ഇതുപോലൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഒരു പോസ്റ്റ് എടുത്ത് ആലോചിക്കാം. ഇത് ഉണ്ടാക്കിയ ആളാരാ, അല്ലെങ്കിൽ ഇത് ചുമ്മാ ഒരു ഇതിന് വേണ്ടിയാണോ, ഒരു തമാശയ്ക്ക് വേണ്ടിയാണോ, അതോ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും വലിയ കാര്യമുണ്ടോ? അതൊന്നും ആലോചിക്കാണ്ട് പെട്ടെന്ന് ഓക്കെ ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇനി എല്ലാം കോക്രോച്ചസ് ആണ്. ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് അറിയില്ല. എനിക്ക് എന്തുമാത്രം എനിക്കത് പെട്ടെന്ന് കണ്ടിട്ട് എനിക്കത് അങ്ങോട്ട് അത്ര ദഹിച്ചില്ല. ആ ഒരു ഇതായിരുന്നു എനിക്ക് ആദ്യം കണ്ടപ്പോൾ തോന്നിയത്. ബെൻസ്ബാഗ് എന്താ സ്ട്രൈക്ക് ചെയ്ത സംഭവം കാണുമ്പോൾ? എനിക്കിത് കണ്ടപ്പോൾ സ്ട്രൈക്ക് ചെയ്തത് പ്രത്യേകിച്ചൊന്നും സ്ട്രൈക്ക് ചെയ്തില്ല. ഇത് എന്താണ്, ഇതിപ്പോൾ മാനിപ്പുലേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഇതിപ്പോൾ ഒരു രീതി പറഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യത്തിലൊരു പോയിന്റ് ഉണ്ട്. അവർ പറയുക ഗവൺമെന്റിന്റെ കുറ്റമാണ് അവർക്ക് അൺഎംപ്ലോയ്ഡ് എന്ന് വിളിച്ച് ഈ പക്ഷിയുടെ പേരെന്തായിരുന്നു, സൂര്യകാന്തോ, ചീഫ് ജസ്റ്റിസ് പുള്ളി അതങ്ങനെ പറഞ്ഞു. ഐ മീൻ അൺഎംപ്ലോയ്ഡ് കോക്രോച്ചസ് എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. പക്ഷേ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് കാരണമാണ് ഇപ്പോൾ അവിടെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളത്. അതങ്ങനെ നോക്കുമ്പോൾ അവരങ്ങനെ വിളിച്ച് കളിയാക്കുമ്പോൾ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ പേര് വിചാരിച്ച് കഴിഞ്ഞ് ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പം പണിയില്ലാത്തവർക്ക് ഒരു വിലയില്ല. ഇത് ജസ്റ്റ് സോഷ്യൽ മീഡിയ, ഇതൊരു പാർട്ടി പോലും അല്ല, ജസ്റ്റ് ഒരു മീമല്ലേ. ഇത് പാർട്ടി ആവാൻ എത്ര നേരം വേണം? ഇത് പാർട്ടി ആവാൻ ഒത്തിരി നേരം വേണം, കുറഞ്ഞത് 20 വർഷമെങ്കിലും വേണം. ഇവര് പൊളിറ്റിക്കലി ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിച്ച് കഴിഞ്ഞ് മനസ്സിലായാലും ഇവർ പാർട്ടി ആവുള്ളൂ. ഇപ്പൊ ഇവർ ഓൾറെഡി ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ തന്നെ ഇവർ ഓൾറെഡി ഇതിൽ BJPക്ക് മേലെ പോയി, ഇവരുടെ ഫോളോവേഴ്സും കാര്യങ്ങളും എല്ലാം. പക്ഷെ അവർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി ആക്കാവുന്നതുണ്ട്. കുറെ കൂടെ ഈ BJPയോടുള്ള ദേഷ്യവും എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇങ്ങനെ കയറിപ്പോകാൻ കാരണം. പിന്നെ ഇപ്പം നമ്മുടെ ഒരു ട്രെൻഡും അറിയാലോ നാട്ടിലെ, ഒരു പർട്ടിക്കുലർ സാധനത്തിനോട് ഒരു ഹേറ്റഡ് വന്നു കഴിഞ്ഞാൽ ഓബിയസ്ലി ആൾക്കാർ കുറെ അതിനെ ഫോളോ ചെയ്യാനുണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് അൺഎംപ്ലോയ്മെന്റ് കൂടി ഇവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരുന്നു. യൂത്തിലെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ലേസി ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ബേസിക്കലി എല്ലാവരും അൺഎംപ്ലോയ്ഡും ആണ്, ലേസിയാണ്. അപ്പോൾ ഇവർ ഓക്കെ ഇതെനിക്ക് വേണ്ടിയുള്ള പാർട്ടിയാണല്ലോ. നമ്മുടെ നാട്ടിലുള്ള അൺഎംപ്ലോയ്മെന്റും ആൾക്കാരുടെ ഒരു ലേസിനെസ്സും ആണ് ഇത് കാണിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് ഇനി ഇത്രയും ഫോളോവേഴ്സ് കയറിയത് പിന്നെ ശരിയാണ്. സോ അത് മാത്രമല്ല അവർ ശരിക്കും അവരെ ലേസി എന്ന് വിളിച്ചുകൊണ്ട് അവർക്ക് ഉണ്ടായ ദേഷ്യമാണോ അത് ശരിക്കും അവർ ലേസി ആയതുകൊണ്ടാണോ? അത് ലേസിന്ന് വിളിക്കുമല്ലോ.
ലേസിന്ന് വിളിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ഇവരുടെ മാനിഫെസ്റ്റോയിൽ ഇവർ പറയുന്നത് നമ്മൾ ലേസി അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അവർ ഇന്റർപ്രറ്റ് ഒരു പാർട്ടി ആവുമ്പോൾ അവർ എന്തിനേലൊക്കെ സ്റ്റാൻഡ് ചെയ്യണ്ടേ? ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇവരെന്താ സ്റ്റാൻഡ് ചെയ്യുന്നത്? ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് മാനിഫെസ്റ്റോ? അതൊന്ന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല 5 എണ്ണം. ഇവർ പറയുന്ന മാനിഫെസ്റ്റോ ഒന്ന്, ദി CJP ഇഫ് കോക്രോച്ച് ജനതാ പാർട്ടി കംസ് ഇൻ പവർ, ചീഫ് ജസ്റ്റിസ് രാജ്യസഭയിൽ എന്താ പറയുന്നത്, പോസ്റ്റ് ടേം ഉണ്ടാവരുത് ഒരെണ്ണം. ഇഫ് എനി ലെജിറ്റ് വോട്ട് ഈസ് ഡിലീറ്റഡ്, whether it says CJP or opposition ruled state, the CEC shall be arrested under UAPA as taking away voting right of citizen is no less than terrorism. Women shall receive 50% reservation, not 33%, without increase in strength of parliament. Additionally, 50% of all cabinet positions shall be reserved for women. All media houses owned by Ambani and Adani shall have their license cancelled to make way for truly independent media. Bank accounts are account of Godi media actors shall be investigated. Any MLA or MP who defects from one party to another shall be barred from contesting elections and for holding any public office for a period of 20 years. അതാണ് അവർ വേറെ കാര്യം പറഞ്ഞത്. ഇവർ പറയുന്നത് ഇവർ ജനറൽ പബ്ലിക്കിനെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് വിളിച്ചിട്ട്, അല്ലെങ്കിൽ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള യൂത്ത് എന്ന് വിളിച്ചിട്ട് പാർട്ടി റൺ ചെയ്യുന്ന പകുതി ആൾക്കാർക്ക് അതിൻ്റെ ബേസിക് വിവരം പോലും ഇല്ല, അല്ലെങ്കിൽ നോളജ് ഇല്ല, അവർക്ക് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് പോലും ഇല്ല. സോ അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. ഇവർ പിന്നെ ഇപ്പോൾ പറയുന്ന വേറൊരു കാര്യം, നമ്മുടെ നീറ്റിൻ്റെ എക്സാമിൻ്റെ പേപ്പർ ലീക്ക് ആയ കാര്യം. സോ ആ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണമെന്നാണ് ഇവരിപ്പോൾ പുതിയതായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന സാധനം. അത് അവരുടെ പുതിയ ക്യാമ്പയിൻ. അതാണ് അത് വെച്ചിട്ട് അവർ പറയുന്നത് നമ്മളെല്ലാവരോടും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. ഇപ്പം ഇതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നുണ്ട്, നമ്മൾ പവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവർ പവറിലേക്ക് പറഞ്ഞത് ഒബ്വിയസ്ലി ഇതിനൊരു വലിയ മണ്ടത്തരം BJP കാണിക്കുന്നുണ്ട്. അവരിതിന് വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇവരിതിനെ ശ്രദ്ധിക്കാണ്ട് വിടുവായിരുന്നെങ്കിൽ ഇവർ ഓൾറെഡി അവരുടെ ട്വിറ്റർ ഹാൻഡിൽ ബാൻ ചെയ്യാൻ നോക്കി, ഇൻസ്റ്റാഗ്രാം ബാൻ ചെയ്യാൻ നോക്കി. സോ അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അപ്പോൾ ആ മിനിറ്റ് തന്നെ ഈ പേജ് ഉണ്ടാക്കിയ പുള്ളി ഇതുമായിട്ട് പുറത്തോട്ട് വരും. അവരെന്നെ ഇങ്ങനെ ട്രൈ ചെയ്തു, അവരങ്ങനെ ട്രൈ ചെയ്യുന്നു. സോ ഒബ്വിയസ്ലി അതിന് അവർ ഓർഗാനിക് ഗ്രോത്തിനെ വളരെയായിട്ട് അത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ BJP എനിക്ക് ഒന്ന് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന്. കാരണം ഞാനാണെങ്കിൽ കഴിഞ്ഞ 1 ദിവസമായിട്ട് കുറേ ഇത് കണ്ടു, കുറേ യങ്ങായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് പാർട്ടി BJP ആണ്, മോദിജിയാണ് എൻ്റെ ഇത് എന്ന് പറഞ്ഞ് കുറേ പേര് എൻ്റെ കമൻസ് പറഞ്ഞത്. എനിക്കാരും പൈസ തന്നിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ ഇത് ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ വന്നിട്ട് എൻ്റെ പാർട്ടി BJP ആണെന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തിനാ അവർ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയാണ് ഒരു 3 ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. സോ ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറി ഞാൻ കണ്ടത് ഇതിനെ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പാർട്ടി വരണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ആൾക്കാർ പറയുന്നത് ഇതൊരു മാനിപ്പുലേഷൻ ആണോ. ഇപ്പോൾ മൂന്നാമത്തെ ആൾക്കാർ ചൈന പറയുന്ന പോലെ. എടാ പക്ഷേ ഇതിപ്പോൾ നീ പറഞ്ഞ പോലെ ഇപ്പോൾ വെറുതെ ഒന്നൊരു സാധനം അല്ലല്ലോ. ഇതിപ്പോൾ അവസാനത്തെ ഒരു സ്ട്രോ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഇന്നും എന്തിനാ തുടങ്ങിയല്ല. ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ കുറേ കാലമായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ്, പിന്നെ അവർക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇതൊരു എല്ലാം കൂടി ഇങ്ങനെ നിന്ന് പോയത് എല്ലാം കൂടെ കൂടി വന്നിട്ട് അവസാനത്തെ ഒരു ഇതായിരുന്നു അവരുടെ. അവസാനത്തെ ഇതൊന്നപ്പോൾ അവർക്ക് പൊട്ടി. ബേസിക്കലി ഇന്ന് ആ മറ്റേ പേജ് ഫൗണ്ട് ചെയ്ത പുള്ളി ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി പറയുന്നത് ഞാൻ ഡൽഹിയിൽ ഇനി കാല് കുത്തി കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ജയിലിൽ ഇടുന്നു. ഓൾറെഡി പേടിച്ചിരിക്കുക. ഉറപ്പല്ലേ അത്? അപ്പോൾ നിനക്ക് തോന്നുന്നുണ്ട് ഇതിനൊരു ഭാവിയുണ്ടെന്ന്? ഇത്രയും പേടിച്ചിരിക്കുന്ന US കിടക്കുന്ന ഒരുത്തൻ വന്നിട്ട് അവന് പേജ് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ അതിനുള്ള ലീഡേഴ്സൊക്കെ ഇന്ത്യയിൽ തന്നെ ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ വേറെ സാധനം എന്ന് പറയുന്നത് ഇവൻ ആം ആദ്മി പാർട്ടിയുടെ ആളായിരുന്നു ഇതിനു മുന്നേ. സോ ബേസിക്കലി അതിലൊന്നും ഒരു കാര്യമില്ല, അവൻ ഏത് ആൾ വേണമെങ്കിലും ആയിക്കോട്ടെ. ബട്ട് സ്റ്റിൽ സോ അപ്പോൾ പറയുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾക്ക് ഇനി വേണമെങ്കിൽ അവരുടെ അജണ്ടാസ് കൂടെ പുഷ് ചെയ്യാമല്ലോ. ആ പാർട്ടി ആം ആദ്മിയുടെ അജണ്ട അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഇവൻ. പക്ഷെ ഒരിക്കലും അവനൊറ്റക്കായിരിക്കില്ല എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതിനല്ലേ ഒരു പാർട്ടി അതിനുള്ള കുറെ ആൾക്കാരുണ്ടാവില്ല. ഇപ്പൊ ഫുൾ കൺട്രോൾ ആരുടെ ഇല്ല. അവൻ പേജ് മാത്രമേ റൺ ചെയ്യുന്നുള്ളൂ. അവൻ എന്ത് കൺട്രോൾ ഉള്ളത് ഇതിന്റെ പേരിൽ മുമ്പില്? പിന്നെ അവൻ എന്തിനാ കൺട്രോൾ ഇല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം നോക്കി നിർത്തുന്ന അവൻ ഇതിന്റെ ഒരു മെയിൻ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. എടാ പക്ഷെ അവൻ ഇതുവരെ ഒരു ഐഡിയ ഒന്നും ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോഴുള്ള ഐഡിയ മാനിഫെസ്റ്റോ അത് എല്ലാവർക്കും അക്സെപ്റ്റഡ് ആയിട്ടുള്ള സാധനമല്ല. അവന്റെ സ്വന്തമായിട്ടുള്ള ഇതൊന്നും അല്ല. തുടങ്ങിയിട്ട് 2 ദിവസത്തിനുള്ളിൽ ഈ സാധനം വന്നേ. എന്തായാലും തുടങ്ങിയ അന്ന് ദിവസം എനിക്ക് തോന്നുന്നു അപ്പൊ തന്നെ ഗൂഗിൾ ഫോം വന്നു, മാനിഫെസ്റ്റോ വന്നു, വെബ്സൈറ്റ് വന്നു, എല്ലാം വന്നു. സോ അപ്പോ നീ പറയുന്ന ഫ്യൂച്ചറിൽ ആം ആദ്മി പാർട്ടി പുഷ് ചെയ്താലല്ലേ ആണെങ്കിൽ അതാണ് പ്രശ്നം. അതാണെങ്കിൽ പ്രശ്നം അത് അന്നത്തെ കാര്യമല്ലേ. ഇന്നിപ്പോ എന്റെ പ്രശ്നം അതൊന്നുമല്ല. എന്റെ പ്രശ്നം ഇതാണ്, ഈ സാധനം ഒരു ഓൺലൈൻ ട്രെൻഡ് മാത്രമായി പോയരുത്. ഇതൊരു റെവല്യൂഷനാണ്. ഇതിനൊരു ഭാവി ഉണ്ടെങ്കിൽ ഇത് ഫ്യൂച്ചറിലോട്ട് പോയിട്ട് ഇവർ പ്രൂവ് ചെയ്യണം. എനിക്കറിയത്തില്ല റെവല്യൂഷൻ ആണെന്ന്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ എൻ്റെയും കോൺസെപ്റ്റ്. സോ റൈറ്റ്, എനിക്ക് ഈ ഒരു സംഭവം അഗൈൻ ഇതൊരു പാർട്ടി ആയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ പാർട്ടി ഇത് നിലവിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ നമ്മുടെ
യൂത്തിലൊരു നല്ല പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ ഇപ്പോൾ നമ്മൾ ഇവിടെ നാട്ടിൽ നമ്മൾ സാധാരണയോട് സംസാരിച്ച് നമ്മൾ നമ്മുടെ എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള കാര്യം പറയാം. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് വേറെ വർക്ക് സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്, ബിസിനസ് ആണെങ്കിലും എന്താണ് സംഭവമാണെങ്കിലും. പക്ഷേ നമ്മുടെ യൂത്തിൽ ഒരു നല്ല പ്രൊപ്പോർഷൻ ഓഫ് ആൾക്കാരുണ്ട്, അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അവർക്ക് ഓരോ സംഭവം ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ടോപ്പിക്കുകൾ കിട്ടുമ്പോഴത്തേനും കംപ്ലയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്, എന്തെങ്കിലും എല്ലാത്തിലും ഓരോ പ്രശ്നം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇതിലിപ്പോൾ ഞാൻ നോക്കി ഒരു ആവറേജ് ഞാൻ ചുമ്മാ ഒന്ന് ഓൺലൈനിലേക്ക് ഇനി കറക്റ്റാണെന്ന് അറിയില്ല, ഞാൻ ChatGPT ചുമ്മാ വെച്ചു ഒരു ആവറേജ് കോക്രോച്ച് പാർട്ടിയിലുള്ള ഒരാളുടെ പ്രൊഫൈൽ പറയുവാണെങ്കിൽ അൺഎംപ്ലോയിഡ്, ലേസി, പിന്നെ വേറെ എന്തോ 2-3 വേർഡുള്ളൂ. പക്ഷേ എല്ലാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി കീബോർഡ് വാരിയേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആൾക്കാർ ഒരുമിച്ച് വന്നിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് കംപ്ലൈനിങ് ആയിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഈ അജണ്ട വിട്ടാലാണെങ്കിൽ ഇതെനിക്ക് ഒബിയസ്ലി എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അത് ജസ്റ്റ് എൻ്റെ ഒപ്പീനിയനാണ്. ഇതിൽ ഇപ്പോൾ 50% റിസർവേഷൻ കൂട്ടുന്നത് 33 കൂട്ടുക എന്നുള്ളത് പറയാൻ എളുപ്പമാണെങ്കിലും അതിന് കുറേ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഒബ്വിയസ്ലി അതിന് കുറേ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാര്യം ഇതിങ്ങനെയാണ് വന്നത്. അതിൽ നിന്ന് ഒരു ഓൾ ഓഫ് എ സഡൻ 33 50 ആക്കാൻ പറയുന്ന അത്ര ഈസി എളുപ്പമുള്ള കാര്യമല്ല. അതിന് പിന്നെ അത്രയും എന്താ പറയുന്നത് ഓൾദോ കേൾക്കാൻ രസമാണെങ്കിലും. ഇത് ആദ്യം ഇറങ്ങിയപ്പോൾ വന്നത് ഇവർ നമ്മുടെ നേപ്പാളിൽ അറിയാലോ ഒരു ജെൻസി റവല്യൂഷൻ ഉണ്ടായത്, നേപ്പാളിലും ബംഗ്ലാദേശിലും. സോ അപ്പോൾ അതുപോലെയാണെന്ന് പറഞ്ഞ് കുറച്ച് കമൻറ്റ്സ് വന്നായിരുന്നു. BJP അവർ കുറച്ച് വീഡിയോസ് ഇതുപോലെ ചെയ്തപ്പം പിറ്റേ ദിവസം തന്നെ ആളെന്ന് പറഞ്ഞു നമ്മൾ നേപ്പാളിനെ പോലെയൊന്നും അല്ല, ബംഗ്ലാദേശിനെ പോലെയല്ല, ഇത് ഇന്ത്യയുടെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് നമ്മളെ നാളെ റോട്ടി ഇറങ്ങി പോയിട്ട് പാർലമെൻറ്റിന് തീയെടുത്തൊന്നുമില്ല, ഇത് വേറെ രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് റവല്യൂഷൻ ആണെന്നൊക്കെയാണ് ആളെന്ന് പറഞ്ഞത്. പക്ഷേ എന്നാൽ എനിക്ക് റവല്യൂഷൻ ആയിട്ടൊന്നും തോന്നുന്നില്ല, ഇത് ജസ്റ്റ് എനിക്കൊന്നും ഒരു ട്രെൻഡാണ്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് അതിൻ്റെ വഴിക്കങ്ങ് പോകും. പക്ഷേ ഈ സിസ്റ്റം എന്താ പറയുന്നത് ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തില്ല, ഞങ്ങൾ സിസ്റ്റത്തിൻ്റെ ഇതിലാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരുമിച്ച് വരാനൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റെവല്യൂഷൻ ആകുവാണെങ്കിൽ എന്ത് തോന്നുന്നു? റെവല്യൂഷൻ ആവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ റെവല്യൂഷൻ ആവണമെങ്കിൽ ഒരു ലീഡർ വേണം, അതിനൊരു ഫേസ് വേണം, അതിനൊരു സ്ട്രോങ് ലീഡർ വേണം. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ വിജയ് ചെയ്യുന്ന സംഭവം, അതിന് ഒരു ആൾ വേണം, ഒരു ഫേസ് വേണം, അതിന് ഇത്രയും വാല്യൂസും സംഭവങ്ങളും വേണം, ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്യാനും സംഭവം ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ ഹാറ്റ്സ് ഓഫ്. ഇത് നിലവിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സംഭവമാണ്. ഇത് പാർട്ടി സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരാൾ ലീഡറായിട്ട് വരിക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. സോ അപ്പോൾ എത്ര വർഷമായിട്ട് ആ BJP വേറൊരാളില്ല, മോദി അല്ലാണ്ട് വേറൊരാളെ പറയാനില്ല. സോ അപ്പോൾ അത് എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു കാര്യമാണ്. സോ അപ്പം ഇങ്ങനെ ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇതിന് അങ്ങനെ ഒരു ആളുണ്ടാവുമെന്ന് പോലും എനിക്കറിയത്തില്ല. സോ ഇപ്പോൾ തന്നെ ആ പേജ് ക്രിയേറ്റ് ചെയ്ത ആൾ ഓൾറെഡി പേടിച്ചിരിക്കുക പുള്ളിക്ക്. ഇനിയിപ്പോൾ പുള്ളി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല, പുള്ളി പൊക്കുമെന്നൊക്കെ പറയുന്നത്. സോ അത് ബേസിക്കലി വേണമെങ്കിൽ നടക്കുമായിരിക്കും. സോ അപ്പോൾ എനിക്കും തോന്നുന്നില്ല ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഗീതത്തിന് എന്താ തോന്നുന്നത്? എനിക്കത് തന്നെയാണ് തോന്നുന്നത്. പുള്ളി ഈ അമേരിക്കയിലിരുന്ന് പുള്ളി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ പുള്ളീനെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, അതൊരു സംഭവം. പിന്നെ പുള്ളിയുടെ അത് എന്താ പറയുന്ന എനിക്ക് കേട്ടിട്ട് എന്തോ പോലെ പുള്ളിയുടെ ആ 4 റിക്വയർമെൻറ്റ്സ്, നിങ്ങളിതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ഇതായിരിക്കണം. ഒന്ന് അൺഎംപ്ലോയിഡ് ആയിരിക്കണം, ഒന്ന് ലേസി ആയിരിക്കണം, ഒന്ന് ഓൺലൈനിലായിരിക്കണം, മിനിമം 11 hours ഓൺലൈനിൽ ഉണ്ടായിരിക്കണം. പിന്നെ 4ാമത്തെ റിക്വയർമെൻറ്റ് ഓക്കെ നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം. എടാ അതൊരു ഇതായിട്ട് പറഞ്ഞാൽ അതാ ചീഫ് ജസ്റ്റിസ് യൂത്തൊക്കെ ഇങ്ങനെയാണ് എന്നാ പറഞ്ഞത്. അപ്പോൾ അതാ പറഞ്ഞു ഇങ്ങനെ ലൈക്ക് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ലേസി ആയിട്ടുള്ളവർ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവരിങ്ങനെ കോക്രോച്ചിനെ പോലെയാണ്. അപ്പോൾ അതാ പുള്ളി പറഞ്ഞാൽ നിങ്ങൾ ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതൊക്കെ മീറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരാളാണെങ്കിൽ പുള്ളിയുടെ വാക്കുകളിൽ ഇത് മീറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, അൺഎംപ്ലോയിഡ് ആയിരിക്കണം, ലേസി ആയിരിക്കണം, എല്ലാത്തിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം, പിന്നെ ഇപ്പോൾ ഓൺലൈൻ ആയിരിക്കണം. അപ്പോൾ അതെനിക്കൊരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഇതായിട്ട് എനിക്ക് തോന്നുന്നു, അല്ലാതെ പുള്ളി സീരിയസ് ആയിട്ട് ഒരിക്കലും അങ്ങനെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് വൈറലായതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ പേര് കാരണമാണെന്ന് തോന്നുന്നത്. ഇങ്ങനത്തെ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളൊരു പാരഡി ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എന്തായാലും ഞാനാണെങ്കിൽ എന്തായാലും 2 അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്യും, ഇങ്ങനത്തെ ഒരു പാർട്ടി ഒരാൾ ഉണ്ടാക്കുവാണെങ്കിൽ. അതെനിക്ക് സംഭവിച്ചതെന്ന് തോന്നുന്നു. കാരണം ഇവരുടെ വീഡിയോസൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മില്യൺസ് ഫോളോവേഴ്സ് കയറി. ആൾക്കാർക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല, വെക്കുന്നൊരു പാർട്ടി വന്ന് BJPയുടെ ഒരു ഫണ്ണി വെർഷൻ പോലത്തെ ഒരു പേര് വിട്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ പേര് ഭയങ്കര ഒരു ക്രിയേറ്റീവ് ഒരു ഐഡിയ ആയിരുന്നു, കോക്രോച്ച്. അത് വെച്ചൊരു BJPനെ ഒപ്പോസിങ് ആയിട്ടുള്ള ഒരു പേരുണ്ടാക്കി, അതൊരു ബ്രില്യൻ്റ് ഐഡിയ ആയിരുന്നു പുള്ളിയുടെ. പക്ഷെ അത് ഇതിലൂടെ രോക്ഷം പ്രകടിപ്പിക്കുന്നവരൊക്കെ എന്തായാലും പ്രകടിപ്പിച്ചോ, പക്ഷേ അതിനെന്തുമാത്രം ലൈഫ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടത്. എനിക്ക് തോന്നുന്നു ഇതൊരു 2 ആഴ്ച ഇപ്പം തന്നെ ഫോളോവേഴ്സ് കൂടുന്നതിൻ്റെ റേറ്റ് കുറഞ്ഞ്. പണ്ട് ഇപ്പോൾ അത്രയും സ്പീഡിൽ കയറുന്നില്ല. പണ്ട് ആദ്യം 24 മണിക്കൂറിൽ 5 മില്യൺ കയറി, പിന്നെ 15 20 ഇപ്പോൾ ഇച്ചിരി സ്പീഡ് കുറഞ്ഞു തുടങ്ങി. ലെറ്റ്സ് സീ, എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച ഉണ്ടായിരിക്കും. സോ അഗൈൻ അതാണ് ആ ഒരു ടോപ്പിക്ക്. സോ ദാറ്റ് ബീങ് സെഡ്, അപ്പോൾ ഇന്നത്തെ
ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മൾ ഇതും കൊണ്ടുകൂടെ റാപ്പപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ തോട്ട്സും കമൻസും ഉണ്ടെങ്കിൽ പറഞ്ഞറിയിക്കുക. എന്തൊക്കെ റെക്കമെൻഡേഷൻ സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറഞ്ഞറിയിക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഡു ലൈക്ക് ആൻഡ് ദെൻ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് സംഭവം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞറിയിക്കുക. ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മളിവിടെ റാപ്പപ്പ് ചെയ്യുവാണ്. ആൻഡ് എന്തെങ്കിലും ഫൈനൽ വേർഡ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ലെങ്കിൽ ടേക്ക് കെയർ ആൻഡ് ബൈ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ.